വർഷം 1971 നവംബർ 24 ബുധനാഴ്ച. സമയം ഉച്ചയ്ക്ക് 1:30. ഒറിഗോണിലെ പോർട്ട്ലാൻഡ് വിമാനത്താവളത്തിൽ കറുത്ത കോട്ടും സ്യൂട്ടും ധരിച്ച് കയ്യിൽ ഒരു പെട്ടിയുമായി 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ നോർത്ത് വെസ്റ്റ് ഓറിയന്റ് എയർലൈൻസിന്റെ ടിക്കറ്റ് കൗണ്ടറിലെത്തി. അയാൾ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ പരിചയപ്പെടുത്തിയ പേര് ഡാൻ കൂപ്പർ എന്നായിരുന്നു. കണ്ടാൽ ശാന്തൻ, സുമുഖൻ, മാന്യൻ. സുരക്ഷ അത്ര ശക്തമല്ലാത്ത ആ കാലത്ത് താൻ സ്വന്തമാക്കിയ ബോയിങ് 727 വിമാനത്തിന്റെ പിൻവശത്തെ 18C സീറ്റിലേക്ക് ഡാൻ കൂപ്പർ നടന്നു നീങ്ങി. ഹോളിവുഡ് സിനിമാ നായകന്മാരെ പോലെയായിരുന്നു കൂപ്പറുടെ നീക്കങ്ങൾ. ആ യാത്രയിൽ വിമാനത്തിലെ ഭൂരിഭാഗം സീറ്റുകളിലും യാത്രക്കാരുണ്ടായിരുന്നു. സമയം ഉച്ചയ്ക്ക് 2:50. ബോയിങ് 727 വിമാനം പോർട്ട്ലാൻഡിൽ നിന്ന് സിയാറ്റിലിലേക്ക് പറന്നു പൊങ്ങി. യാത്രക്കാരെല്ലാം തങ്ങളുടെ വിമാനയാത്ര ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയം കൂപ്പർ എയർ ഹോസ്റ്റസിനെ തന്റെ അരികിലേക്ക് വിളിച്ച് ഒരു കുറിപ്പ് അവർക്ക് നൽകി. ചിലർ ഭംഗിയുള്ള എയർ ഹോസ്റ്റസുകൾക്ക് ചില കത്തുകളും നമ്പറുമൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ എന്ന് കരുതി ആ സ്ത്രീ കുറിപ്പ് മടക്കി തന്റെ പോക്കറ്റിലിട്ട് ചെറു പുഞ്ചിരിയോടെ നടന്നു നീങ്ങി. ഉടൻ കൂപ്പർ അവരുടെ അടുത്തേക്ക് ചെന്ന് പതിഞ്ഞ സ്വരത്തിൽ വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞു, മാഡം, എന്റെ കയ്യിൽ ബോംബുണ്ട്. എനിക്ക് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. ദയവായി ഞാൻ തന്ന കത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇത് കേട്ട് ഞെട്ടിയ എയർ ഹോസ്റ്റസ് പെട്ടെന്ന് ആ കുറിപ്പ് തുറന്നു വായിച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: എന്റെ പെട്ടിയിൽ ബോംബുണ്ട്. അത്യാവശ്യം വന്നാൽ ഞാനത് പ്രയോഗിക്കും. എന്റെ കൂടെ നിൽക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. അത് നേടിയാൽ ഞാൻ പൊയ്ക്കൊള്ളാം. ഇതിനുശേഷം അവർക്ക് കൂപ്പർ തന്റെ പെട്ടി തുറന്നു കാണിച്ചു കൊടുത്തു. 8 സിലിണ്ടറുകൾ ഘടിപ്പിച്ച ഒരു ബോംബായിരുന്നു അത്. ഭയന്നു വിറച്ച ആ സ്ത്രീയോട് കൂപ്പർ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങൾ പൈലറ്റ് മുഖേന ഗവൺമെന്റിനെ അറിയിക്കണം. ഇല്ലെങ്കിൽ യാത്രക്കാരോടൊപ്പം ഈ വിമാനം ചിന്നിച്ചിതറും. കൂപ്പറിന് വേണ്ടത് അന്നത്തെ $2 ലക്ഷം ആണ്. ഒപ്പം 4 പാരച്യൂട്ടുകളും സിയാറ്റിലിൽ ലാൻഡ് ചെയ്യുമ്പോൾ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനവും. കൂപ്പറിന്റെ ഈ ആവശ്യങ്ങൾ അറിയിക്കാനായി എയർ ഹോസ്റ്റസ് കോക്പിറ്റിൽ പൈലറ്റിന്റെ അടുത്തേക്ക് നീങ്ങി. ഈ സമയം കൂപ്പർ തന്റെ കൂളിംഗ് ഗ്ലാസ് മുഖത്ത് ധരിച്ച് വളരെ ശാന്തനായി ഇരുന്നു. കോക്പിറ്റിലുള്ളവർ കാര്യങ്ങൾ അറിഞ്ഞു. പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ സംഘത്തെ വിമാനം റാഞ്ചിയ കാര്യം അറിയിച്ചു. എയർ ട്രാഫിക് കൺട്രോൾ ടീം രഹസ്യാന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വേഗത്തിലാക്കി. ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കൂപ്പർ പറഞ്ഞ തുക നൽകാമെന്ന് അമേരിക്കൻ ഗവൺമെന്റ് സമ്മതിച്ചു. ഈ സംഭവങ്ങളൊന്നും വിമാനത്തിലെ യാത്രക്കാർ അറിയുന്നുണ്ടായിരുന്നില്ല. യാത്രക്കാരോടെല്ലാം വളരെ സമാധാനപരമായാണ് കൂപ്പർ പെരുമാറിയത്. കൂപ്പറിന്റെ ആവശ്യങ്ങൾ തയ്യാറാക്കുന്നതിനായി 2 മണിക്കൂർ സമയമാണ് ഗവൺമെന്റിന് നൽകിയത്. 30 മിനിറ്റിൽ തീരേണ്ട യാത്രയിൽ ഈ 2 മണിക്കൂർ സമയം വിമാനം വാഷിംഗ്ടണിന്റെ വടക്കു പടിഞ്ഞാറൻ തീരത്തിനു മുകളിൽ വട്ടമിട്ടു പറന്നു. ചെറിയ സാങ്കേതിക തകരാറുകൾ ഉള്ളതിനാൽ വിമാനം ലാൻഡ് ചെയ്യാൻ വൈകുമെന്ന് കോക്പിറ്റിൽ നിന്നും യാത്രക്കാരെ അറിയിച്ചു. കൂപ്പർ ഒരിക്കലും ക്രൂരനെ പോലെ സംസാരിച്ചില്ല. മുഖത്ത് അല്പം പോലും ഭയമില്ലായിരുന്നു. ഇതിനിടയിൽ കൂപ്പർ എയർ ഹോസ്റ്റസിനോട് സോഡയും വെള്ളവും ആവശ്യപ്പെടുകയും അതിനുള്ള പണം നൽകി ബാക്കി ടിപ്പായി എടുത്തുകൊള്ളാനും പറഞ്ഞു. ഈ സമയം സിയാറ്റിലിലെ പല ബാങ്കുകളിൽ നിന്നായി $20 1 ലക്ഷം കറൻസികൾ FBI അധികൃതർ സ്വരൂപിച്ചു. എന്നാൽ FBI നൽകാമെന്ന് പറഞ്ഞ മിലിറ്ററി പാരച്യൂട്ടുകൾ കൂപ്പർ നിരസിച്ചു. പകരം സിവിലിയൻ പാരച്യൂട്ടുകളാണ് തനിക്ക് വേണ്ടതെന്ന് കൂപ്പർ അറിയിച്ചു. മിലിറ്ററി പാരച്യൂട്ടിലൂടെ അധികൃതർ ചതിക്കുമെന്നത് മുന്നിൽ കണ്ടായിരിക്കാം കൂപ്പർ സിവിലിയൻ പാരച്യൂട്ട് ആവശ്യപ്പെട്ടത്. ഒടുവിൽ പണവും പാരച്യൂട്ടുമെല്ലാം തയ്യാറാണെന്ന് അധികൃതർ അറിയിച്ചു. അങ്ങനെ വിമാനം ലാൻഡിങ്ങിനുള്ള തയ്യാറെടുപ്പിലായി. വൈകിട്ട് 5:40 സിയാറ്റിലിലെ ടാക്കോമ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്തു. FBI ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം എയർപോർട്ടിലെത്തി. എയർപോർട്ടിന് ചുറ്റും സുരക്ഷ ശക്തമാക്കി. സ്നൈപ്പർ ഷൂട്ടിങ്ങിനായി വിദഗ്ധരെ തയ്യാറാക്കി നിർത്തിയിരുന്നു. എന്നാൽ സ്നൈപ്പർ ഷൂട്ടിംഗ് ഉണ്ടായേക്കാമെന്ന് മുൻകൂട്ടി കണ്ട കൂപ്പർ നേരത്തെ തന്നെ വിമാനത്തിനുള്ളിലെ ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം വിമാനത്തിലെ വിൻഡോ ഷീറ്റുകളും അടയ്ക്കപ്പെട്ടിരുന്നു. സിയാറ്റിലിലെ ഓപ്പറേഷൻ മാനേജർ അല്ലി വിമാനത്തിനടുത്തേക്ക് ചെന്നു. എയർ ഹോസ്റ്റസ് പുറത്തേക്കും വന്നു. പണം നിറച്ച 4 ബാഗുകളും പാരച്യൂട്ടും വാങ്ങി എയർ ഹോസ്റ്റസ് വിമാനത്തിൽ കയറി. അല്പസമയത്തിനുള്ളിൽ യാത്രക്കാർ ഓരോരുത്തരായി വിമാനത്തിൽ നിന്നും ഇറങ്ങി വന്നു. ഒപ്പം കുറച്ച് ജീവനക്കാരും. അടുത്ത യാത്രയ്ക്കുള്ള ഇന്ധനം നിറയ്ക്കുന്നതിനിടെ കൂപ്പർ പൈലറ്റിന് നിർദ്ദേശങ്ങൾ നൽകി. 10,000 അടി ഉയരത്തിൽ മണിക്കൂറിൽ 185 കിലോമീറ്റർ വേഗതയിലാണ് വിമാനം പറത്തേണ്ടത്. വിമാനത്തിന്റെ വീലുകൾ താഴ്ന്നു തന്നെ ഇരിക്കണം.
അങ്ങനെ കൂപ്പർ പറഞ്ഞ പ്രകാരം വീണ്ടും വിമാനം പറന്നു പൊങ്ങി. എന്നാൽ നിറച്ച ഇന്ധനം കൊണ്ട് മെക്സിക്കോ വരെ എത്താനാകില്ലെന്ന് പൈലറ്റ് പറഞ്ഞതനുസരിച്ച് നെവാഡയിലെ റെനോ എയർപോർട്ടിൽ വീണ്ടും ഇന്ധനം നിറയ്ക്കാൻ ഇറങ്ങി. ഇതിനിടെ കൂപ്പറുമായി നേരിട്ട് സംസാരിക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. വൈകിട്ട് 7:40 വിമാനം മെക്സിക്കോ ലക്ഷ്യമാക്കി പറന്നുയർന്നു. ഈ സമയം മക്കോഡ് വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്ന് 3 പോർ വിമാനങ്ങൾ വിമാനത്തെ പിന്തുടർന്ന് ഒപ്പം പറന്നു. കൂപ്പറിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഒരെണ്ണം വിമാനത്തിന് താഴെയും ഒന്ന് വിമാനത്തിന് മുകളിലും ഒന്ന് അല്പം പിറകിലുമായാണ് പറന്നത്. ഈ സമയം കൂപ്പർ വിമാനത്തിൽ ശേഷിച്ചിരുന്ന ജീവനക്കാരോട് കോക്പിറ്റിൽ കയറാനും പുറത്തേക്ക് വരാൻ പാടില്ലെന്നും പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ വിമാനത്തിന്റെ മർദ്ദം വ്യത്യാസപ്പെടുന്നതായി പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പരിശോധനയിൽ വിമാനത്തിന്റെ പിൻവാതിൽ തുറന്നതായി പൈലറ്റിന് മനസ്സിലായി. ഈ സമയം പുറത്ത് നല്ല ഇരുട്ടും മഴയുമുണ്ടായിരുന്നു. രാത്രി 10:15 വിമാനം റെനോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ കൂപ്പർ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നിലെ എയർ സ്റ്റെയർ തുറന്ന നിലയിൽ തന്നെയായിരുന്നു. കൂപ്പർ എവിടെ എങ്ങനെ ചാടിയെന്ന് ആർക്കും കണ്ടെത്താനായിട്ടില്ല. പാരച്യൂട്ട് വിടരുന്നത് പോലും വിമാനത്തിനുള്ളവർ കണ്ടില്ല. വിമാനത്തിൽ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെയാണ് കൂപ്പർ അപ്രത്യക്ഷനായത്. FBI വിമാനത്തിൽ അരിച്ചു പറക്കിയെങ്കിലും പ്രത്യേകിച്ച് തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. തുടർന്ന് സംശയിക്കുന്ന 1000-ഓളം പേരെ ചോദ്യം ചെയ്യുകയും എയർ ഹോസ്റ്റസിന്റെ സഹായത്തോടെ രേഖാചിത്രം പുറത്തിറക്കുകയും ചെയ്തു. എന്നിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. വിമാനം പറന്ന പ്രദേശങ്ങളിലെ നദികളിലും കാടുകളിലുമെല്ലാം തിരച്ചിൽ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഏതെങ്കിലും സംഘടനയിലെ അംഗമോ മറ്റോ അല്ലാഞ്ഞിട്ട് പോലും ഒരാൾ ഗവൺമെന്റിനെ മൊത്തം കബളിപ്പിക്കുന്നത് അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കൂപ്പറിന് നൽകിയ നോട്ടിന്റെ സീരിയൽ നമ്പർ ഗവൺമെന്റ് പുറത്തുവിട്ടു. ഈ സീരിയൽ നമ്പറിലുള്ള നോട്ട് ലഭിക്കുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമുണ്ടായില്ല. ഈ സംഭവം നടന്ന് 9 വർഷങ്ങൾക്കു ശേഷം 1980 കൊളംബിയ നദീതീരത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു 8 വയസ്സുകാരന് മണ്ണിനടിയിൽ നിന്ന് നശിച്ചുപോയ കുറച്ച് നോട്ടുകൾ ലഭിച്ചു. ഉടൻ പോലീസിനെ വിവരമറിയിക്കുകയും പരിശോധനയിൽ കൂപ്പറിന് നൽകിയ പണത്തിൽ നിന്നുള്ള ചില നോട്ടുകളാണിതെന്ന് മനസ്സിലാവുകയും ചെയ്തു. തുടർന്ന് ആ പ്രദേശം മുഴുവൻ തിരഞ്ഞെങ്കിലും ആ നോട്ടുകളല്ലാതെ മറ്റൊന്നും കണ്ടെത്താനായില്ല. 2009 പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വീണ്ടും തിരച്ചിൽ നടത്തിയെങ്കിലും അതിലും ഫലമുണ്ടായില്ല. 45 വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ 2016 FBI കൂപ്പറിന്റെ കേസന്വേഷണം അവസാനിപ്പിച്ചു. പല കുറ്റകൃത്യങ്ങളും എളുപ്പത്തിൽ കണ്ടെത്തിയ FBI കൂപ്പറിന്റെ കാര്യത്തിൽ തോൽവി സമ്മതിച്ച് കീഴടങ്ങി. അത്രയും ഉയരത്തിൽ നിന്ന് ചാടിയ കൂപ്പർ മരിച്ചിട്ടുണ്ടാകാമെന്നാണ് FBI പറയുന്നത്. എന്നാൽ കൂപ്പറിന്റെ ഡെഡ് ബോഡിയെയും പണത്തെയും കുറിച്ച് FBIക്ക് ഇന്നും ഉത്തരമില്ല.